ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നുള്ളത് ബിഗ് ബോസ് സീസൺ 7 മലയാളം ഡേ 39th റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ മെയിനായിട്ട് കണ്ടത് ഈ പറഞ്ഞ പോലെ അവരുടെ ടാസ്കിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു നൂതറ ചെരുപ്പ് ഫാക്ടറിയുടെ. അപ്പോൾ ഫസ്റ്റ് ഡേ എല്ലാവരും ഓൺ ടൈമിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ഡേ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ ഇഷ്യൂസൊക്കെ ആയിട്ട് അവർക്ക് നേരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 50 ചെരുപ്പിൽ 25 ചെരുപ്പേ അവർ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഒരു തേർഡ് ഡേയും ഇതേപോലെ നൂറ ടാസ്ക് ഫെയിൽ ആവുകയാണെങ്കിൽ നൂറ ഡയറക്റ്റ് നൂറയുടെ ഒരു പവർ പോവും. അതായിരുന്നു ബിഗ് ബോസ് നൂറയ്ക്ക് കൊടുത്തിട്ടുണ്ട് ടാസ്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ആരും തന്നെ ഇപ്പോൾ തൊഴിലാളി യൂണിയൻ ഇപ്പോൾ അക്ബർ ആണെങ്കിലും മറ്റുള്ള ചെരുപ്പ് ഫാക്ടറിയിലുള്ള ആൾക്കാരാണെങ്കിലും ഒന്നോ രണ്ടോ പേര് ഒഴിച്ചു ബാക്കി എല്ലാവരും ആദ്യം തന്നെ എന്താ പറയുക വലിയ ഇഷ്യൂസോ വലിയ ഫൈറ്റുകളോ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഭയങ്കര ലാഗ് ചെയ്ത് ആക്കി. കാരണം ടാസ്ക് കംപ്ലീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ലാഗായിട്ടാണ് അവരവരുടെ ടാസ്ക് എല്ലാം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു BB സർക്കസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും വന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം നവീനാണെങ്കിലും ഈ പറഞ്ഞ ഓരോ സാധനം ഒളിപ്പിച്ച് വയ്ക്കുക, അതേപോലെ 4-5 ജോഡി ചെരുപ്പ് ഒളിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ടാസ്ക് ലേറ്റ് ആക്കാൻ വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ അവർക്ക് 15 ജോഡി അങ്ങനെ എന്തോ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ, ഒരു മെഷീനേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നൂറ ടാസ്ക് ഫെയിലായി. നൂറേനെ ഡയറക്റ്റ് തന്നെ ബിഗ് ബോസ് നൂറയ്ക്ക് ഒരു പവർ നഷ്ടമായി. അടുത്ത തവണത്തെ എന്താ പറയുക നൂറെ ഡയറക്റ്റ് നോമിനേഷനിൽ വരും. കാരണം നൂറയ്ക്കായിരുന്നു ബ്ലാക്ക് കോയിൻ കൂടുതലുണ്ടായിരുന്നത്, നൂറയ്ക്കും അഭിലാഷിനും. അപ്പോൾ രണ്ടുപേരായിരിക്കും മോസ്റ്റ്ലി അടുത്ത ആഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷനിലോട്ട് വരിക. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ മെയിനായിട്ട് കണ്ടത്. അപ്പം ബുദ്ധിപൂർവ്വം തന്നെ മറ്റുള്ള ഹൗസ് മേറ്റ്സ് അത് മനസ്സിലാക്കി ബിഗ് ബോസ് എന്തായിരിക്കും നൂറയ്ക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന്. അതനുസരിച്ചിട്ട് തന്നെ ഇവർ എന്താ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ നോക്കാനും എല്ലാം തന്നെ ഇവർ ബുദ്ധിപൂർവ്വം തന്നെ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നലെ മെയിനായിട്ട് കണ്ടത്. പിന്നെ നമ്മൾ വേറെ കണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു ടാസ്ക്കാണ്, ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ കൊടുത്തിരുന്നവർക്ക് നൂതിറ ചപ്പൽസിൻ്റെ. അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. ഇപ്പം എന്താ ആര്യനാണെങ്കിൽ അല്ലെങ്കിൽ നെവീൻ, പിന്നെ റന ഫാത്തിമയായിരുന്നു ഹൈലൈറ്റായി നന്നായി ചെയ്തത്, അനീഷും നന്നായി ചെയ്തു. അപ്പോൾ ആ ഒരു അഡ്വർടൈസ്മെൻ്റ് എല്ലാം എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ നമ്മൾ വേറെ ആദ്യം തന്നെ ഒരു ചെറിയൊരു ഫൈറ്റ് തുടങ്ങിയത് അനുമോൾ ഒരു ക്യാരറ്റ് എടുത്ത് കഴിക്കുന്നത് കണ്ടിട്ട് പ്രവീൺ വന്ന് ചോദിക്കുന്നുണ്ട്, കിച്ചൺ ടീമിൽ പെർമിഷൻ ചോദിക്കാണ്ട് എന്തിനാണ് ക്യാരറ്റ് എടുത്ത് കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, എന്തിനാണ് ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് പ്രവീൺ വന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് ക്യാരറ്റ് കഴിക്കുന്നതിനെ കുറിച്ചിട്ട്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഈ പോലെ 2-3 പേര് വന്ന് കുറച്ച് റൈസ് എടുത്ത് കഴിക്കുന്നുണ്ട്, ചോറ് എടുത്ത് കഴിക്കുമ്പോൾ അനുമോളും വന്ന് ചോറ് എടുക്കുന്നുണ്ട്, എന്നിട്ട് കറിയും എടുക്കുന്നുണ്ട്. അപ്പോഴും പ്രവീൺ വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കറി എടുക്കുന്നത്, കറി തികയില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, ചോറ് കഴിച്ചിട്ടില്ല. ആര്യൻ അങ്ങനെ എന്തോ പറയുന്നുണ്ട്, ചോറ് കഴിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇപ്പോൾ അനുമോൾ ആ കിച്ചൺ ടീമിലാണ് ഉള്ളതെന്ന് വയ്ക്കുക. അപ്പോൾ വേറെ ആരെങ്കിലും ഇതുപോലെ ഇവരുടെ പെർമിഷൻ ഇല്ലാണ്ട് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അനുമോൾ വലിയൊരു സീൻ ഉണ്ടാക്കും. എന്താ പറയുക, ആ ടീമിലുള്ള എല്ലാവരും അറിയാത്ത ആൾക്കാരും എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും അറിയിച്ചിട്ട് വലിയൊരു പ്രശ്നത്തിലോട്ട് അത് പോവും. പക്ഷെ ഇതിപ്പോൾ അനുമോൾ ആ ടീമിലില്ല, അതുകൊണ്ട് അനുമോൾക്ക് എന്തും കാണിക്കാം എന്നുള്ള ഒരുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഇതിനു മുമ്പും ഓരോരുത്തർ ഇതേപോലെ ആരും അറിയാണ്ട് വന്ന് കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അനുമോൾ കിച്ചൺ ടീമിലുള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞാൽ കാർ എടുത്ത് മാറ്റി വയ്ക്കുക, ഇത്ര തരാൻ പറ്റുള്ളൂ എല്ലാവർക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്യൂസ് ആവശ്യമില്ലാണ്ട് ഉണ്ടാക്കിയിട്ട് ആ ആളാണ് ഇപ്പോൾ കിച്ചൺ ടീമിൽ ഇല്ലാതിരിക്കുമ്പോൾ പോലും ഇങ്ങനെ ആരും അറിയാണ്ട് വന്ന് കഴിക്കുന്നതൊക്കെ. അപ്പോൾ അതൊരു ഫെയർ അല്ലാത്ത പോലെ എനിക്ക് തോന്നി. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാനും സ്ക്രീൻ സ്പേസ് കിട്ടാനും വേണ്ടി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇന്നലെ കണ്ടത് ഈ എന്താ പറയുക ടാസ്ക്, അവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു. ആ ടാസ്കിൻ്റെ ഇടയിൽ അറിയാതെ ഒനിയിൽ വീഴാൻ പോയപ്പോൾ മസ്താനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരിത്. അത് സംഭവം ശരിക്കും പറയണമെങ്കിൽ കണ്ട നമ്മളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇത് മസ്താനിക്ക് മേ ബി അതിനകത്തൊരു കണ്ടൻറ് ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് മസ്താനി ഇന്നലത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. കാരണം മസ്താനിയുടെ വന്ന സമയത്തുള്ള ഒരു സ്വഭാവം വെച്ചിട്ട് മസ്താനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇല്ലെങ്കിൽ ആ ടൈമിലാണെങ്കിൽ മസ്താനി നന്നായിട്ട് ഇതിനെ പിടിച്ചിട്ടൊരു കണ്ടൻറ് ഉണ്ടാക്കിയാണ്. പക്ഷേ മസ്താനി അത് ഭയങ്കര ബുദ്ധിപൂർവ്വം തന്നെ അത് നന്നായി ഹാൻഡിൽ ചെയ്തു. ആരും അറിയിക്കേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിട്ട് മസ്താനി പറയുന്നുണ്ട് ഡ്രസ്സിങ് റൂമിൽ മൈക്ക് ഊരിയിട്ടാണ് ലക്ഷ്മിയോട് പറഞ്ഞതെന്ന്. അതേപോലെ ഒനിയിൽ അപ്പം തന്നെ സോറി എന്നും പറഞ്ഞു. അപ്പോൾ ഒനിയിലും മസ്താനിയും ഭയങ്കര ബുദ്ധിപൂർവ്വമാണ് അതിനെ ഹാൻഡിൽ ചെയ്തത്. പക്ഷേ ഇവർക്ക് 2 പേർക്കും ഇല്ലാത്തൊരു ഇഷ്യൂ മൂന്നാമത് വന്ന ലക്ഷ്മിക്കാണ്. ഇത് ലക്ഷ്മി കാരണമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടെലികാസ്റ്റ് ഇപ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാരും ശ്രദ്ധിച്ചത്. അതേപോലെ മറ്റുള്ള ഹൗസ് മേറ്റ്സും ഈ കാര്യം അറിഞ്ഞത് ലക്ഷ്മി കാരണം മാത്രമാണ്.
എന്നുള്ളതാണ്. കാരണം ലക്ഷ്മി ഇവർക്കില്ലാത്ത പ്രശ്നം ലക്ഷ്മി ഊതി വെറുപ്പിച്ച് വലിയൊരു കണ്ടന്റ് ആക്കി ലക്ഷ്മിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് മെയിനായിട്ട് അവിടെ നടന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തായാലും അതിനുശേഷം ലക്ഷ്മി ഇങ്ങനെ വലിയൊരു കണ്ടന്റ് ആക്കിയതിന് ശേഷം മസ്താനി പറയുന്നുണ്ട്, ഇത് ഇത്രയും വലിയ കണ്ടന്റ് ആക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എല്ലാ ക്യാമറയിലും പറഞ്ഞേനെ. ലക്ഷ്മി അത് എന്ന് മസ്താനി പറയുന്നുണ്ട്. മറ്റുള്ള ഹൗസ് മേറ്റ്സിനോടും ഉനീലിനോടും പറയുന്നുണ്ട്. ഉനീൽ വീണ്ടും സോറി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, വീടാൻ പോയി പിടിച്ചതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ലക്ഷ്മി ഇതിനെ വലിയൊരു ഇതുപോലെ പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ ക്യാമറയിൽ പോയി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇതിനൊരു ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ആ ഒരു ഇതിൽ അങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ലാലേട്ടൻ എന്താണെങ്കിലും ഈ വീക്കെൻഡിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.